അവസാനിക്കാറായി. ഇനി അന്തിമ വിധിക്കായി ഒരുങ്ങണം. സ്വർഗം പ്രാപിക്കണമെങ്കിൽ പട്ടിണി കിടന്ന് മരണം വരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ഇങ്ങനെ ഒരു വെളിപാടുണ്ടായെന്ന് അവകാശപ്പെട്ട് ഇക്കാലത്ത് ഒരു മതപ്രഭാഷകന് മനുഷ്യരെ കബളിപ്പിക്കാൻ കഴിയുമോ? കഴിയുക മാത്രമല്ല, 400ഓളം പേരുടെ ജീവൻ എടുക്കാനും ഈ ഒരൊറ്റ പ്രസ്താവനയ്ക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ച ഒരു ക്രിസ്ത്യൻ കൾട്ടിന്റെ പാസ്റ്ററാണ് പോൾ ഡെൻഗെ മക്കൻസി. സമീപകാല ചരിത്രത്തിൽ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെനിയൻ സ്റ്റാർവേഷൻ കൾട്ട്. കെനിയൻ ഹൈക്കോടതി ഫെബ്രുവരി 6-നാണ് പാസ്റ്റർ മക്കൻസിയെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. കിഴക്കൻ ആഫ്രിക്കൻ രാഷ്ട്രമായ കെനിയയിൽ 2021 മുതൽ 2023 വരെ ഇയാൾ നശിപ്പിച്ചത് കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന 400-ലധികം മനുഷ്യരുടെ ജീവിതമാണ്. എല്ലാം ഒരു അന്ധമായ വിശ്വാസത്തിന്റെ പേരിൽ. ഡൂംസ്ഡേ അഥവാ അന്ത്യവിധി ദിനമെന്നാണ് മക്കൻസി സ്ഥാപിച്ച കൾട്ട് അറിയപ്പെട്ടിരുന്നത്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതാണ് കൾട്ട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ, വ്യക്തിപ്രഭാവവും അമിതാധികാര പ്രവണതയുമുള്ള ഒരു നേതാവിനാൽ നയിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടം. ഈ നേതാവ് എന്തു പറഞ്ഞാലും ആ കൾട്ടിലുള്ളവർ അതനുസരിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നോ അതിലധികമോ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുന്നവരാണ് സാധാരണ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കൾട്ടുകളായി മാറുന്നത്. ഇവരിൽ പല കൾട്ടുകളും പൊതുവെ ക്രിസ്തുവിന്റെ ദൈവ പദവിയെയും വിശ്വാസത്തിലൂടെയുള്ള രക്ഷയെയും നിഷേധിക്കുന്നവരായിരിക്കും. മാത്രമല്ല, അവർ തങ്ങളുടെ വിശ്വാസങ്ങളെ ദൈവവചനത്തെക്കാൾ ഉയർത്തിപ്പിടിക്കുകയും അവരുടെ കൾട്ട് സ്ഥാപിച്ച നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്തുടരുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഡൂംസ്ഡേ കൾട്ടിലും സംഭവിച്ചത്. വിശന്നിരുന്നുകൊണ്ട് സ്വയം പീഡിപ്പിച്ചാൽ മാത്രമേ ക്രിസ്തുവിനെ കാണാൻ കഴിയൂവെന്ന് അയാൾ തന്റെ അനുയായികളെ പഠിപ്പിച്ചു. മക്കൻസി അവകാശപ്പെട്ടത് പ്രകാരം ലോകാവസാനത്തിലെ അന്തിമ വിധിയുടെ ദിനം അടുത്തു. ഇനി പട്ടിണി കിടന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തലേ വഴിയുള്ളൂ. ഇത് മറികടന്ന് ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവൻ പാപം ചെയ്യുന്നു. അവൻ ഒരിക്കലും സ്വർഗം കാണുകയില്ല. തങ്ങളുടെ പാസ്റ്ററിന് ഒരു സ്വർഗീയ വെളിപാടുണ്ടായി എന്നാണ് അനുയായികളായ സാധാരണക്കാർ കരുതിയത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള മനുഷ്യരിൽ നിന്നകന്ന് കെനിയയിലെ മിലൻഡി നഗരത്തോട് ചേർന്ന ഷക്കഹോല വനമേഖലയിലേക്ക് പട്ടിണി കിടന്ന് സ്വർഗം പ്രാപിക്കാൻ ഇവർ പുറപ്പെട്ടു. ഏപ്രിൽ മാസം മുതൽ 10,000-കണക്കിന് ഏക്കർ വരുന്ന ഷക്കഹോല വനത്തിൽ നിന്ന് 400-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചെടുത്തതോടെ സംഭവം ലോകമെമ്പാടും ഞെട്ടലുണ്ടാക്കി. ഇരകളിൽ ഭൂരിഭാഗവും പട്ടിണി മൂലമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. മക്കൻസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്ങളുടെ ശക്തനായ പാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ലോകാവസാനത്തിനായി ഒരുങ്ങുകയായിരുന്നു മരണപ്പെട്ടവരെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പട്ടിണിയാണ് തങ്ങളുടെ രക്ഷയിലേക്കുള്ള ടിക്കറ്റ് എന്ന് അനുയായികളെ ഇയാൾ വിശ്വസിപ്പിച്ചു. ജനസംഖ്യയിൽ ഭൂരിഭാഗവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുള്ള ഇടമാണ് കെനിയ. ജോലി നഷ്ടപ്പെട്ടാൽ പള്ളിയോ ചാരിറ്റിയോ തുടങ്ങൂ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് കെനിയയിൽ. ഒരു ടാക്സി ഡ്രൈവറായിരുന്ന മക്കൻസി 2000-ന്റെ തുടക്കത്തിലാണ് ഡ്രൈവിംഗ് ഉപേക്ഷിച്ച് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ മിനിസ്ട്രി ആരംഭിക്കുന്നത്. എന്നാൽ 2010 മുതൽ മക്കൻസി തനിക്കുണ്ടായ ലോകാവസാനത്തിന്റെ വെളിപാടിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കുട്ടികളെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് വിലക്കി. അത്തരം സ്ഥാപനങ്ങൾ സാത്താനിക് ആണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അവരുടെ ദേശീയ തിരിച്ചറിയൽ രേഖകൾ ഉപേക്ഷിക്കാനും ആശുപത്രികൾ ഒഴിവാക്കാനും ലോകാവസാനത്തിനായി തയ്യാറെടുക്കാനും മക്കൻസി തന്റെ അനുയായികളോട് പറഞ്ഞു. മക്കൻസി അയാളുടെ പ്രസംഗപീഠം ഉപയോഗിച്ച് തന്റെ വിശ്വാസികളെ നിയന്ത്രിക്കുകയായിരുന്നു. എന്തായാലും സംഭവം വിവാദമായതോടെ കെനിയക്കാരും ലോകവും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് മറക്കാതിരിക്കാൻ വനത്തെ ദേശീയ സ്മാരകമാക്കി മാറ്റുമെന്ന് കെനിയൻ ആഭ്യന്തരമന്ത്രി ശ്രീ കിൻഡിഗി പ്രസ്താവിച്ചു. അങ്ങനെ 2023-ൽ ആരംഭിച്ച നീണ്ട തെളിവെടുപ്പുകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ കെനിയൻ ഹൈക്കോടതി ഫെബ്രുവരി 6-നാണ് കൾട്ട് നേതാവ് പോൾ മക്കൻസിയെയും അദ്ദേഹത്തിന്റെ 29 കൂട്ടാളികളെയും 200ഓളം കുട്ടികളെ കൊലപ്പെടുത്തിയതിന് കുറ്റാരോപിതനായി കണ്ടെത്തിയത്. തീവ്രവാദം, നരഹത്യ, ക്രൂരത തുടങ്ങിയ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇനി കേസിന്റെ വിചാരണ ആരംഭിക്കാൻ പോകുന്നത് മാർച്ച് 7-നാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമീപകാല ചരിത്രത്തിൽ തന്നെ വിശ്വാസത്തിന്റെ പേരിലുണ്ടായ ഏറ്റവും മോശമായ ദുരന്തമായി കെനിയയിലെ ഷക്കഹോല വനമേഖലയിൽ നടന്ന ഈ കൂട്ടക്കൊല അറിയപ്പെടും.